ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചെ അറസ്റ്റിലായിരിക്കുകയാണ്. ലൈംഗിക അധിക്ഷേപ കേസിലാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾക്ക് ധൈര്യം പകരുന്ന ഒരു നടപടിയാണ് ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബോച്ചയ്ക്കെതിരെ പരാതി കൊടുക്കുകയും ബോച്ചയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഹണി റോസ് വളരെ ശക്തമായിട്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്നാണ് പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത് ഹണി റോസ്. അതേ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ്. ഹണി റോസ് ആദ്യം പേര് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഒരാൾ നിരന്തരമായി തന്നെ അധിക്ഷേപിക്കുന്നു. തുടർന്ന് പേരെടുത്ത് പറഞ്ഞ് പരാതിയുമായി ഹണി റോസ് മുന്നിട്ടിറങ്ങുകയായിരുന്നു. വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിൻ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത സെഷൻ 75 ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ട് ഉൾപ്പെടെയുള്ളതും ചേർത്താണ് ബോച്ചയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഹണി റോസ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് പോലീസിന് സമർപ്പിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിക്കും. തുടർന്ന് തെളിവെടുത്തതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യും. എന്നിട്ടാണ് അറസ്റ്റ് നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹണി റോസിന്റെ പോസ്റ്റിന് താഴെയായി കമന്റ് ഇട്ട 30ഓളം ആൾക്കാർക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട്. അതിനും നിയമ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ കുമ്പളം സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 20 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ സുപ്രധാനമായൊരു നീക്കമാണ് സിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, തുടർച്ചയായി അധിക്ഷേപിച്ചു, മുന്നറിയിപ്പ് കൊടുത്തിട്ടും വീണ്ടും ഇത് സോഷ്യൽ മീഡിയ വഴി ആവർത്തിച്ചു എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹണി റോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യത്തെ പരാമർശത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇതിനെ തുടർന്നുണ്ടായ ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടിയിൽ വീണ്ടും അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കുകയും സംസാരിക്കുകയും ചെയ്തതാണ് തുടർ നടപടിക്ക് കാരണമായിരിക്കുന്നത്. ഈ കാരണം കൊണ്ടാണ് ഹണി റോസ് ഇന്നലെ വൈകിട്ട് സെൻട്രൽ പോലീസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതിയും കൂടി കൊടുക്കാനുള്ള കാരണം. ഹണി റോസിനെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു. തന്റെ പരാമർശം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കണമെന്ന് കരുതിയായിരുന്നില്ല തന്റെ പരാമർശമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു.